ഗൈസ്, അപ്പോൾ നമ്മളിതൊരു സമ്മർ സ്പെഷ്യൽ ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനൊരു 15 അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാം. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ താരം കസ്റ്റർഡ് പൗഡറാണ് കേട്ടോ. ആ കസ്റ്റർഡ് പൗഡർ നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിൻ്റെ കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് 1 കപ്പ് പാലെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. വേറൊരു പാത്രത്തിൽ ഒരു 1-2 ഗ്ലാസ് പാലെടുക്കുന്നുണ്ട്. ആ പാലിലേക്ക് നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് ആ പാലിലേക്ക് നമ്മൾ ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് പൗഡറായിട്ട് ഇട്ട് കൊടുത്ത് അത് ശരിയാവാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു പാലിൽ മിക്സ് ചെയ്തിട്ട് മറ്റേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് നല്ല രീതിയിൽ കുറുക്കാനായിട്ട് വെക്കണം കേട്ടോ. നല്ല രീതിയിൽ കുറുകി വരും കേട്ടോ. ഇത് നല്ല രീതിയിൽ കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആറാൻ വെക്കുക. ഇത് നല്ല അടിപൊളി. പിന്നെ ഒരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്തതിന് ശേഷം ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നല്ല രീതിയിൽ പ്രോമോഗ്രാനറ്റിലുണ്ടാവുമല്ലോ, നിങ്ങളെടുക്കുക. അത് ഇല്ലെങ്കിൽ വാങ്ങിക്കുക, ഇല്ലെങ്കിൽ ഇല്ല, ഓക്കെ, വലിയ പ്രശ്നം. എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളിടയ്ക്കുള്ളൊരു ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ കേട്ടോ, ഇതൊക്കെ ഓപ്ഷനബിളാണ്. ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഫ്രൂട്ട്സ് നിങ്ങളിടയ്ക്കുള്ള ഏത് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി അനാർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. സമ്മർ സ്പെഷ്യൽ അടിപൊളിയാണ് കേട്ടോ ഇത്.